أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا وجدناه صابرا نعم العبد إنه أواب. മന സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിർ അൽ മഅഖലിയാണ് ഇന്ന് ഖുതുബ ഓതിയത്. അദ്ദേഹം മൊത്തത്തിൽ പരീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കവേ മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ പരീക്ഷണമാണ് ആദ്യം അദ്ദേഹം വിശദീകരിച്ചത്. നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളിലൂടെ പരീക്ഷിക്കപ്പെട്ടതായ ഒരു മഹാവ്യക്തിത്വമാണ് മഹാനായ നബിയുല്ലാഹി അയ്യൂബ്. അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല 18ഓളം വർഷം പരിശോധിച്ചു. രോഗത്തിലൂടെ, അവരുടെ മക്കളിലൂടെയും ഭാര്യമാരിലൂടെയും എല്ലാം പരീക്ഷിച്ചു. അവർക്ക് മാരകമായ രോഗം പിടിപെട്ടു. തന്നിമിത്തം പരിസരത്തിലുള്ളവരെല്ലാം അവരെ വെടിഞ്ഞു. ആർക്കും അവരെ സഹായിക്കാനുണ്ടാവാത്ത രൂപത്തിലായി മാറുകയും അവരുടെ ഒരു ഭാര്യ ഒഴിച്ച് എല്ലാവരും അവരെ ഒഴിവാക്കുകയും ചെയ്തതായ ഘട്ടത്തിലേക്കെത്തി. പരീക്ഷണത്തിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയതായ ഒരു രംഗത്തെക്കുറിച്ചാണ് ചരിത്രം മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ പരീക്ഷണത്തെക്കുറിച്ചും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതായ ഇബ്തിലാഇനെ കുറിച്ചും പറയുന്നതായ രൂപങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ, പഠിക്കുമ്പോൾ തന്നെ വളരെ പ്രയാസം തോന്നുന്നതായ ഒരു രംഗമായിരുന്നു അത്. എന്നാൽ വാസ്തവത്തിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശോധിച്ചു എന്ന് നാം കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിൽ നബിമാരാണ്. നബിമാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പരിശോധിക്കുക. കാരണം അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവർ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നബിമാരായതുകൊണ്ട് തന്നെ. ആ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി മക്ക ഇമാമിന് മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചു. പരീക്ഷണത്തിൽ അദ്ദേഹം ക്ഷമ കൈകൊണ്ടു. അള്ളാഹു തന്നെ അവരെ വാഴ്ത്തി പുകഴ്ത്തി ഖുർആനിലൂടെ പലയിടങ്ങളിൽ പറഞ്ഞതായി കാണാവുന്നതാണ്. ഞാൻ ഓതിയതായ ആയത്ത് ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. നാം അവരെ ക്ഷമ കൈകൊള്ളുന്ന ആളായി എത്തിച്ചു എന്ന് അള്ളാഹു പറയുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ മഹാക്ഷമ, അദ്ദേഹത്തിന്റെ ക്ഷമയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ രൂപം നിഅമൽ അബ്ദു, നല്ലൊരു അടിമയാണ് അദ്ദേഹം. ഇന്നഹു അവ്വാബ്, അള്ളാഹുലേക്ക് അങ്ങേയറ്റം മടങ്ങുന്നതായ മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞതിന്റെ പിന്നിൽ അവരുടെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ക്ഷമ കൈകൊള്ളുക എന്നതാണ് അവരെ അള്ളാഹു ഉയർത്തിയതായ, അവരെ അള്ളാഹു വാഴ്ത്താനുള്ളതായ കാരണം എന്നതാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒരു സത്യവിശ്വാസിയായി കഴിഞ്ഞാൽ എത്ര കണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്ന അത്ര കണ്ട് പരീക്ഷണം ഒരുപക്ഷെ എപ്പോഴുമല്ല, എല്ലായ്പ്പോഴുമല്ല, ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷ അള്ളാഹുലേക്ക് അടുക്കുമ്പോഴെല്ലാം വർദ്ധിച്ചു കൂടാനും സാധ്യതയുണ്ട്. അതെല്ലാം അവന്റെ ഗ്രേഡ് കൂടലും ക്ഷമയിലൂടെ അവന് പ്രതിഫലം ലഭിക്കലുമാണ് അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അശദ്ദുന്നാസി ബലാഅൻ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന വിഭാഗം അൽ അംബിയ, നബിമാരാണ്. സുമ്മ സാലിഹൂൻ, പിന്നെ സാലിഹീങ്ങളാണ്. നബിമാര് കഴിഞ്ഞാൽ സജ്ജനങ്ങളായ നബിമാരുടെ താഴെ ഘട്ടത്തിലിരിക്കുന്നവരായ വിഭാഗമാണ്. അഥവാ സാധാരണ മുസ്ലിങ്ങളിലുള്ളതായ സാലിഹീങ്ങൾ നബിമാരല്ലാത്തവരിൽ, അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ പരിശോധിക്കുക. എത്ര കണ്ട് സലാഹ് വർദ്ധിക്കുന്നു അത്ര കണ്ട് പരീക്ഷണം വർദ്ധിക്കും. സുമ്മൽ അംസല ഫൽ അംസല, പിന്നെ അവരോട് തൊട്ടവർ, അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാവുക എന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടു എന്നതിലേക്ക് തെളിവാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ചിലപ്പോൾ ചില ആൾക്കാർ പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ പ്രയാസപ്പെടാറുണ്ട്. ചിലപ്പോൾ അറിയാരൂപത്തിൽ ചില പദങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ആ പദങ്ങൾ കരുതിക്കൂട്ടിയാണ് പറയുന്നതെങ്കിൽ ദീനിൽ നിന്നിട്ട് പുറത്തു പോകാൻ തന്നെ സാധ്യതയുള്ളതായ പദങ്ങളായേക്കാം. അള്ളാഹുവിനെ ആക്ഷേപിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ഖദറിനെയും ഖളാഇനെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായ പദപ്രയോഗങ്ങളൊക്കെ പലരും നടത്താറുണ്ട്. ഒരിക്കലും അരുത്. സത്യവിശ്വാസിയാകുമ്പോൾ പ്രീതി അടയുക. റദീതു ബില്ലാഹി റബ്ബ, റബ്ബിൽ പ്രീതി അടയുക. എന്ത് സംഭവിക്കുന്നു അതെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടല്ലേ
എന്തുകൊണ്ട് പ്രീതി അടയണം? അവന് ലഭിക്കാൻ പോകുന്നതായ പ്രതിഫലത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതൊന്നും തന്നെയല്ല എന്നതാണ്. റസൂൽ തുടരുകയാണ്, യബ്തലി റജുൽ, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നതാണ് അവന്റെ ദീനിന്റെ തോതനുസരിച്ചിട്ട്. ദീൻ അവനിൽ എത്രയുണ്ട്, അത്ര വലിയ ദീനിന്റെ ഉടമയാണെങ്കിൽ ഒരു പക്ഷേ കട്ടികൂടും പരീക്ഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എല്ലാവർക്കുമല്ല, ചിലർക്ക് മാത്രം അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സലാബത്ത്, ദീനിൽ കട്ടികൂടിയതായ വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കൂട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അള്ളാഹുവിലേക്ക് അടുത്തവരും അള്ളാഹുമായി ബന്ധപ്പെട്ടവരും അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരുമെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന സന്ദർഭത്തിൽ ക്ഷമ കൂടുതൽ കൈക്കൊള്ളേണ്ടതും അവരിൽ നിന്നിട്ട് ഒരു രൂപത്തിലും ഒരു പദം പോലും അള്ളാഹുവിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ളതായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാഇനെയും ഖദറിനെയും ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ളതായ പദം വന്നു പോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. മനുഷ്യന്റെ ദീനിൽ എത്ര കണ്ട് കട്ടി കുറയുന്നു അത്ര കണ്ട് പരീക്ഷണത്തിൽ കട്ടി കുറയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഏതായാലും അടിമയെ അള്ളാഹു ചെറിയ രൂപത്തിലാണെങ്കിലും വലിയ രൂപത്തിലാണെങ്കിലും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഏതുവരെ ആ മനുഷ്യൻ, ആ സത്യവിശ്വാസി ഭൂമിയിൽ നടക്കുമ്പോൾ ഒരു ദോഷവുമില്ലാതെ ഒരു പാപവുമില്ലാതെ പാപമോചിതനായി മടക്കുന്ന വ്യക്തിയാക്കി മാറ്റും അവൻ മരണപ്പെടുന്നതിന് മുമ്പായി പരീക്ഷണത്തിലൂടെ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖുർആനിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മതത്തിന്റെ പ്രധാന ഇബാദത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് രൂപമായിട്ടാണ് വേർതിരിച്ച് കാണുന്നത്. ഒന്ന് ക്ഷമ, മറ്റൊന്ന് പരീക്ഷണം. പരീക്ഷണവും ക്ഷമയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നബിമാർക്കും അതുപോലെ മഹാത്മാക്കളായ അവരുടെ ഉമ്മത്തുകൾക്കും അതിനുശേഷം വന്നവർക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായിട്ട് കാണാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും പലരുടെയും ജീവിതം പറയുമ്പോൾ, അവരുടെ ചരിത്രം പറയുമ്പോൾ, പ്രത്യേകിച്ച് നബിമാരുടെ ഹിസ്റ്ററിയും അവരുടെ ഉമ്മത്തുകളുടെ ഹിസ്റ്ററിയും പറയുമ്പോൾ അവർ ക്ഷമ കൈകൊണ്ടതായ ഭാഗത്തെക്കുറിച്ച് മഹസിബത്തും, ഉദാഹരണത്തിന് മഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് പൂതിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു സംസാരിച്ച സംസാരം ഇവന്റെ ദാവിൽ കൂടി, ഇവന്റെ ശബ്ദത്തിൽ കൂടി തന്നെ നിങ്ങൾ പലപ്പോഴും എന്റെ ക്ലാസ്സിൽ കൂടി കേട്ടതായ വാക്കാണ്. അള്ളാഹു പറയുന്ന ശൈലിയാണ്, വലമ്മായി അതിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് വിട്ട് കടന്നുപോയതായ നിങ്ങളുടെ നേതാക്കളും ചേതാക്കളുമായ നബിമാരും മഹാത്മാക്കളും സാലിഹ്യങ്ങളും എല്ലാം അവർക്ക് നേരിട്ടതുപോലെ അവർക്ക് സംഭവിച്ചതുപോലെയുള്ളതായ ആ പരീക്ഷണങ്ങളും ആ മുഴുപട്ടിണികളും ആ അരപ്പട്ടിണികളും ആ യാതനകളും ആ വേദനകളും ആ മർദ്ദനങ്ങളും ആ പ്രയാസങ്ങളും അതെല്ലാം നിങ്ങൾക്കും അവരെ പോലെ നേരിടേണ്ടി വരാതെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് കിട്ടുമെന്നോ നിങ്ങൾക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നോ നിങ്ങൾ അങ്ങനെയുള്ള വ്യാമോഹം വെക്കേണ്ടതേ ഇല്ല എന്ന് പറയും പോലെ അപ്പോൾ പരീക്ഷണം അനിവാര്യമാണ്. പരിശോധന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഭൂമിയിൽ വെച്ചിട്ട് സത്യവിശ്വാസിയെ പരിശോധിക്കുക തന്നെ ചെയ്യും. ആ പരിശോധന, ആ പരീക്ഷണം അത് അവന്റെ ക്ഷമയെ പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എത്ര കണ്ട് അവൻ ക്ഷമ കൈകൊള്ളുന്നു അത് ദീനിന്റെ പകുതിയാണെന്നാണ്. ദീനിന്റെ പകുതി ഭാഗമാണ് എന്ത് ക്ഷമ കൈകൊള്ളുക എന്നത്. അപ്പോൾ ക്ഷമ കൈകൊള്ളുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി തരാൻ വേണ്ടി മക്ക ഇമാമ് പറയുകയാണ്, 90ഓളം പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സബ്ർ എന്ന, ക്ഷമ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആ വിഷയം ചർച്ച ചെയ്തിട്ടുമുണ്ട്. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമസ്കാരത്തിലേക്ക് ഘടിപ്പിച്ചിട്ടാണ് ക്ഷമയെ പറയാറുള്ളത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ അല്ലാഹുവിനോട് സഹായാർത്ഥന നടത്തുക. എന്തിലൂടെ? ക്ഷമ കൈകൊള്ളലിലൂടെയും പിന്നെന്തിലൂടെ? നമസ്കരിക്കലിലൂടെയും എന്നതാണ്. അപ്പോൾ നമസ്കാരത്തോട് ഘടിപ്പിച്ചുകൊണ്ട് ക്ഷമയെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു സംസാരിച്ചപ്പോൾ ക്ഷമയ്ക്ക് അത്രയും പ്രാധാന്യം അല്ലാഹുവിന്റെ അടുക്കലുണ്ട് എന്നത് അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. ഒരാള് നിസ്കരിക്കണമെങ്കിൽ തന്നെ പരിപൂർണമായ 5 വഖ്ത് നമസ്കാരം കൃത്യമായിട്ട് അതിന്റെ സമയത്ത്, പുരുഷന്മാർക്കാണെങ്കിൽ പള്ളിയിലൂടെ ജമാഅത്തായിട്ട്, സ്ത്രീകൾക്ക് ആണെങ്കിൽ എവിടെയാണ് സൗകര്യം കിട്ടുന്നത് അവിടെ ആ കൃത്യമായിട്ട് ഖുശൂഅോടുകൂടി, ഖുദൂഅോടുകൂടി, ഭക്തിയോടുകൂടി, അള്ളാഹുലേക്ക് പരിപൂർണ സമർപ്പണത്തോടുകൂടി നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ ഒരുങ്ങുകയാണെങ്കിൽ തന്നെ അതിനും വേണം ക്ഷമ. ക്ഷമ കൈകൊള്ളാത്തവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കരിക്കാൻ സാധിക്കുന്നതല്ല. ഭയവും ഭക്തിയും നമ്മളിൽ ഉടലെടുക്കണമെങ്കിൽ നാം മറ്റു ചിന്തകളിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി റസൂൽ പറഞ്ഞതുപോലെ രാത്രി നിന്ന് നമസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ നഫ്സിനോട് സംസാരിക്കാതെ നമസ്കരിക്കണം. അഥവാ നമ്മുടെ നഫ്സിൽ ഉദിച്ചു വരുന്നതായ പല ചിന്താഗതികൾ അതൊന്നും ചിന്തിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ആ ഓതുന്നതായ ആയത്തുകളെ, ആ ഓതുന്നതായ പദങ്ങളെ, ആ ഓതുന്നതായ ദിക്റുകളെ, ആ ഓതുന്നതായ തസ്ബീഹുകളെ, തഹ്ലീലുകളെ, അതിന്റെ അർത്ഥങ്ങളെ ഉൾക്കൊണ്ട്
കൈകൊണ്ടുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ ദഖലൽ ജന്ന, അങ്ങനെ രാത്രി 2 റക്അത്ത് വരെ നമസ്കരിച്ചാൽ മതി. അങ്ങനെ നമസ്കരിക്കുന്ന നമസ്കാരം ആണ് നമസ്കരിച്ചതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സന്തോഷ വാർത്തയാണ്. അതുപോലെ തന്നെ പല സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മഹബ്ബത്തിനെ ഘടിപ്പിച്ചുകൊണ്ടാണ് ക്ഷമയെ പറയാറുള്ളത്. അല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പല സമയത്തും അള്ളാഹുവിന്റെ കൂടെയാണ് ക്ഷമ കൈക്കൊള്ളുന്നവരെന്ന ശൈലിയിലും പറയുന്നതായിട്ട് കാണാം. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അള്ളാഹ് ക്ഷമ കൈക്കൊള്ളുന്നവരുടെ കൂടെയാണ്. ആദ്യം പറഞ്ഞത് അള്ളാഹു ക്ഷമ കൈക്കൊള്ളുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നതാണ്. രണ്ടാമത് ഇപ്പോൾ നാം കേട്ടത് അള്ളാഹു അവരുടെ കൂടെ തന്നെയാണ് എന്നതാണ്. അള്ളാഹുവിന്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രേഡല്ല, സാധാരണ ബഹുമതിയല്ല. അള്ളാഹുവിന്റെ മഅയ്യത്ത് ലഭിക്കണമെങ്കിൽ, അഥവാ അള്ളാഹ് അവന്റെ കൂടെ എന്നതായ പ്രത്യേകത ലഭിക്കണമെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ലഭിക്കുക. അതാരാണ്? ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വരുന്നതായ സർവ്വ ബലാകൾ, സർവ്വ മുസീബത്തുകൾ, സർവ്വ ആഫത്തുകൾ, സർവ്വ പരീക്ഷണങ്ങൾ അവന്റെ ജീവിതത്തിൽ നേരിടുമ്പോഴെല്ലാം ഇതെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് എന്നെ അള്ളാഹു പരിശോധിക്കുകയാണ്, എന്റെ ഈമാനിനെ അള്ളാഹു പരിശോധിക്കുകയാണ്, എത്ര കണ്ട് ഞാൻ ക്ഷമ കൈക്കൊള്ളുന്നുണ്ട് എന്ന് അള്ളാഹു പരിശോധിക്കുകയാണ് എന്നത് മനസ്സിലാക്കിയും കൊണ്ട് എന്ത് ചെയ്യണം? അവൻ അള്ളാഹുവിന്റെ പ്രീതികരമാക്കി അള്ളാഹുവിൽ നിന്നിട്ട് വരുന്നതിൽ ഞാൻ പ്രീതിപ്പെട്ടു എന്നത് പ്രാക്ടിക്കലായി പ്രാവർത്തികമായി അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ ക്ഷമ കൈക്കൊള്ളുന്ന വേളയിൽ എന്ത് സംഭവിക്കും? അറ്റമില്ലാത്ത പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തതായിട്ട് ഖുർആൻ പറയുന്നു. ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായിട്ട് അള്ളാഹു നൽകാൻ തീരുമാനിച്ച, നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതായ ആ പ്രതിഫലം, ആ സകലം പരിപൂർണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമ കൈക്കൊണ്ടവർക്ക് നൽകുന്നതാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു. ഈ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊരു ആയത്തിലൂടെ 3 പ്രത്യേകത പറഞ്ഞതായിട്ട് കാണുന്നതാണ്. ഒബശ്ശിരിസ് സാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവരെ നിങ്ങൾ അവർക്ക് സന്തോഷവാർത്ത നൽകൂ റസൂലേ എന്ന് അല്ലാഹു പറയുന്നു. എന്താണ് സന്തോഷവാർത്ത? അല്ലദീന, ആരാണ് ആ ക്ഷമ കൈക്കൊള്ളുന്നവർ? ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് വല്ല വിപത്തുകൾ സംഭവിച്ചാൽ, അവർക്ക് വല്ല പ്രയാസങ്ങൾ സംഭവിച്ചാൽ, അത് മരണം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. എന്ത് വിപത്ത്, എന്ത് പ്രയാസം ചില റിപ്പോർട്ടുകളിൽ കാണാവുന്നതാണ്. സലഫ് സാലിഹ്യങ്ങളെ കുറിച്ച് അവരുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ വരേക്കും എന്ത് പറയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറയുന്നതാണ്. അഥവാ പരിപൂർണമായി ഞങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ മിൽക്കിലാണ്, അള്ളാഹുവിന്റെ കീഴിലാണ്, അള്ളാഹുവിന്റെ അധീനത്തിലാണ്. ഞങ്ങൾക്കൊരു കഴിവ് കൽപ്പില്ല, എല്ലാം അള്ളാഹുവിന്റെ കഴിവാണ്, അള്ളാഹുവിന്റെ കൽപ്പാണ്, അള്ളാഹു തന്നതാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക്, അള്ളാഹുവിന്റെ മശീഅത്ത് അനുസരിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് എത്തിയത്, ഈ ഭൂമിയിലേക്ക് വന്നത്, ഇവിടെ ജീവിച്ചത്. ഇനി അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് പോകേണ്ടി വരികയും ചെയ്യും. ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുലേക്ക് ഞങ്ങൾ മടങ്ങുകയും ചെയ്യും എന്നതായ ആയത്തിൽ ഉലൈക അലൈഹിം, എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അവർക്ക് സലാത്തുണ്ട്, അള്ളാഹുവിന്റെ പ്രാർത്ഥന അവർക്കുണ്ട്. അത് അള്ളാഹിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ സലവാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അവരെ അനുഗ്രഹിക്കുന്നുണ്ട്, അള്ളാഹു അവരെ രക്ഷിക്കുന്നുണ്ട്, റഹ്മ, അള്ളാഹുവിന്റെ അനുഗ്രഹം അവരെ വർഷിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സലവാത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത്, ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ, അവരാണ് സന്മാർഗികൾ. ഈ 3 കാര്യങ്ങളെ ഒരായത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രത്യേകത പറഞ്ഞത്. അത് സൂറത്തുൽ ബഖറയിലുള്ളതായ ആയത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത് മക്ക ഇമാമ എന്ന് വിശദീകരിച്ചതായ വിശദീകരണത്തിൽ ക്ഷമ കൈകൊള്ളുന്നവർക്കുള്ളതായ പ്രത്യേകത വളരെ വിശാലമായിട്ട് അദ്ദേഹം പരത്തി നിരത്തി പറയുകയുണ്ടായി. അവസാനമായി അദ്ദേഹം പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതാണ് ആഫിയത്ത് ഒരാൾക്ക് ഉണ്ടാവുക എന്നത് മഹാനേട്ടമാണ്. ആഫിയത്ത് ഉണ്ടായി ഭൂമിയിൽ പ്രയാസപ്പെടാതെ രൂപത്തിൽ ജീവിച്ചതായ വിഭാഗം പരലോകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ഭൂമിയിൽ വെച്ചിട്ട് പരീക്ഷിക്കപ്പെട്ടതായ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നതായ ഗ്രേഡ് കാണുമ്പോൾ അവിടെ അവര് ഖേദിച്ചു പോകും. ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കുകയാണെങ്കിൽ ഞങ്ങളെ നിനക്ക് വേണ്ടി, നിന്റെ മതത്തിന് വേണ്ടി, നിന്റെ ദീനിന് വേണ്ടി ഞങ്ങളെ കഷ്ണമായി തുണ്ട് തുണ്ടായി ഈർച്ചവാളുകൊണ്ട് ഈറപ്പെടുകയോ, ഏത് രൂപത്തിൽ ശിക്ഷിക്കപ്പെടുകയോ, ഏത് രൂപത്തിൽ മർദ്ദിക്കപ്പെടുകയോ, ഏത് രൂപത്തിൽ പരീക്ഷിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ക്ഷമ കൈകൊള്ളാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വീണ്ടും മടങ്ങാൻ ആഗ്രഹിച്ചു പോകുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷമ കൈകൊണ്ടവർക്ക് കിട്ടുന്നതായ
പ്രത്യേകത പറയുന്ന സന്ദർഭത്തിൽ തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നതായിട്ട് കാണാം എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. ഇതെല്ലാം ക്ഷമ കൈക്കൊള്ളുന്ന വാക്കുകൾ പറയുമ്പോൾ അതോട്ട് കൂട്ടിച്ചേർത്തിട്ട് ഇന്ന് മദീനയിൽ ഡോക്ടർ അഹമ്മദ് താലിബ് ബിൻ ഹമയ്യിദ് സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മിമ്പറിന്റെ മീതെ വെച്ച് പ്രസംഗിച്ചതായ സന്ദർഭത്തിൽ നമ്മുടെ അനുശേദ്യ നേതാവായ കണ്ണായ കരളായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരിടേണ്ടി വന്നതായ ആ പരീക്ഷണമാണ് ഇന്ന് മദീനയിൽ വെച്ചിട്ട് വിശദീകരിക്കപ്പെട്ടത് റസൂലുള്ളാഹിയുടെ മിമ്പറിന്റെ മീതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എല്ലാ നബിമാർക്ക് അനുഭവിക്കേണ്ടി വന്നതായ, മുമ്പ് കഴിഞ്ഞു പോയതായ മഹാത്മാക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നതായ എല്ലാ രൂപത്തിലുള്ളതായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നത് നബിയുടെ ചരിത്രം ശരിയായി പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പട്ടിണി കിടക്കേണ്ടി വന്നു, മുഴുപട്ടിണി അനുഭവിക്കേണ്ടി വന്നു, അരപ്പട്ടിണി അനുഭവിക്കേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് കടത്തപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മർദ്ദിക്കപ്പെട്ടു, ദ്രോഹിക്കപ്പെട്ടു, അവരെ ശകാരിക്കപ്പെട്ടു, അവര് ചീത്ത പറയപ്പെട്ടു, അവര് സാഹിറാണെന്ന് പറഞ്ഞു, അവര് ഭ്രാന്തനാണെന്ന് പറഞ്ഞു, എന്തെല്ലാം പറയാൻ പറ്റുന്നു അതെല്ലാം അവരെ കുറിച്ച് പറയപ്പെട്ടു. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വ്രണങ്ങൾ ഉണ്ടായി. കല്ലേറ് കൊണ്ടത് കാരണത്താൽ അവരുടെ മുമ്പല് നഷ്ടപ്പെട്ടു. ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ തലയിൽ നട്ട് ചോര കുത്തിയൊലിച്ചു. ഈ മതത്തിന് വേണ്ടി, ഈ ഇസ്ലാമിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലാൻ വേണ്ടി പല തവണയായിട്ട് ശത്രുക്കൾ മദീനയിൽ പരിശ്രമിച്ചതായ രംഗവും, അതുപോലെ തന്നെ മക്കയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലാൻ വേണ്ടി അവര് ഒളിച്ചതായ ആ ഗാർ സൗറിൽ അവരുടെ ഗുഹ വളഞ്ഞതായ രംഗവുമെല്ലാം ഇവിടെ സ്മരണീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഭവിക്കേണ്ടി വന്നതായ കഷ്ടതകൾ പറയുന്നതായ സന്ദർഭത്തിൽ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എല്ലാ ഇനത്തിലുള്ളതായ കഷ്ടതകൾ, എല്ലാ ഇനത്തിലുള്ളതായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു എന്നത് നമുക്ക് അവരുടെ ജീവിതം പരിശോധിച്ചാൽ കാണുന്നതാണ്. ഇപ്പോൾ നീട്ടിവലിച്ച് പറയാൻ സമയമില്ല. ഞാൻ തന്നെ എന്റെ ക്ലാസ്സുകളിൽ മുമ്പ് കഴിഞ്ഞതായ പല പല ക്ലാസ്സുകളിലുമായിട്ട് പല തവണയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നീണ്ട ജീവിതത്തിൽ മദീനയിലുള്ള മക്കയിലുള്ളതായ 23 കൊല്ലത്തിലുള്ളതായ ആ റിസാലത്ത് ജീവിതത്തിൽ, ആ നുബുവത്ത് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നതായ കഷ്ടതകളെ കുറിച്ച് നാം പലപ്പോഴും വിവരിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവരുടെ അഭിമാനത്തിൽ വരെ പരിശോധിക്കപ്പെട്ടു. അഥവാ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം വരെ ഉണ്ടായി എന്നത് കപട വിശ്വാസികളിലൂടെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ജൂതന്മാരിൽ നിന്നിട്ട് ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സിഹർ ചെയ്തു, മാരണം ചെയ്തു. മറ്റൊരു ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിഷം നൽകി. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഭവിക്കേണ്ടി വരാത്തത്? റസൂൽ പറയുന്നു, ലഖദ് ഉഖിഫ്തു ഫില്ലാ വമാ യുഖാഫു അഹദ്. ഞാൻ ഭയപ്പെടുത്തപ്പെട്ടു, ഞാൻ പ്രയാസപ്പെട്ടു, എനിക്ക് അരക്ഷിത അവസ്ഥ ഉണ്ടായി. ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറയുന്നു. ആർക്കും പേടി വരുന്നതായ, പ്രയാസപ്പെടേണ്ടി വരുന്നതായ രംഗം എനിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് വന്നുപോയതായ ആ പ്രയാസത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നത്. വലഖദ് ഉദീതു ഫില്ലാ മാ യുദാ അഹദ്. എനിക്ക് അല്ലാഹുവിൽ എന്നെ ദ്രോഹിക്കപ്പെട്ടു, എന്നെ മർദ്ദിക്കപ്പെട്ടു, ആരെയും മർദ്ദിക്കപ്പെടാതിരിക്കട്ടെ, ആരെയും ദ്രോഹിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ദ്രോഹിക്കപ്പെട്ടതായ രംഗത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞ രൂപത്തിൽപ്പെട്ടതാണ്. ഇന്ന് മദീന ഇമാം സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും തായിഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കല്ലെറിയപ്പെട്ട രംഗത്തിൽ നിലം പതിക്കപ്പെട്ടു, ബോധശിയായി വീണു. അതുപോലെ തന്നെ ഉഹദ് പോർക്കളത്തിൽ ആയിഷ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായ രംഗങ്ങൾ. അപ്പോൾ റസൂൽ വിവരിച്ചതാണ്, ഒന്ന് തായിഫിൽ സംഭവിച്ച സംഭവം, മറ്റൊന്ന് ഉഹദ് പോർക്കളത്തിൽ സംഭവിച്ച സംഭവം. അബൂ ആമിർ റാഹിബ് കുഴിച്ചതായ പൊട്ടക്കടൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീഴ്ന്നു പോവുകയും അങ്ങനെയുള്ള പല പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഭവിക്കേണ്ടി വരികയും ചെയ്തതായ സംഭവം നമുക്കറിയാവുന്നതാണ്. റസൂൽ തന്നെ പറയുന്നു, ഒരവസരത്തിൽ 30ഓളം ദിവസം മക്കയിൽ ജീവിച്ച കാലഘട്ടത്തിൽ വിട്ടുകടന്നു. എനക്കും ബിലാലിനും ഞങ്ങളുടെ പ്രയാസം അഥവാ പട്ടിണി ഒതുക്കാൻ, അതടക്കാൻ ഞങ്ങളുടെ കൂടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭം ഞങ്ങൾക്ക് കടന്നിരുന്നു. ആയിഷ പറയുന്നു, മദീനയിലുള്ള ജീവിതത്തെക്കുറിച്ച് ഞങ്ങളുടെ വീട്ടിൽ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരുടെ വീട്ടിൽ റസൂലുള്ളാഹിയോട് കൂടി 1 മാസം വരുന്നു, 2-ാം മാസം വരുന്നു, അഥവാ ചന്ദ്രൻ ഉദിക്കുന്ന
അസ്തമിക്കുന്നു, ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഈ 3 മാസം വിട്ട് കടന്നിട്ട് ഒരവസരത്തിൽ പോലും ഞങ്ങളുടെ വീട്ടിലുള്ളതായ ആ അടുപ്പ് കത്തിക്കപ്പെട്ടിട്ടില്ല, അഥവാ ഭക്ഷണം ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ അസ്വദാനിയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. അസ്വദാനി എന്ന് പറഞ്ഞാൽ വെള്ളവും അതുപോലെ തന്നെ ഈത്തപ്പഴവും മാത്രമാണ് എന്ന അർത്ഥത്തിലേക്ക്. അതെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏതെല്ലാം രൂപത്തിൽ പരീക്ഷിക്കപ്പെടാൻ സാധിച്ചു. അള്ളാഹു തന്നെ ഖുർആനിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതായ കഷ്ടതയെക്കുറിച്ച് ഞാൻ അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊക്കെ അള്ളാഹു തന്നെ പറഞ്ഞതായ രംഗം ഖുർആനിൽ പലപ്പോഴും നാം വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പട്ടിണിയുടെ കടുപ്പം കൊണ്ട് വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങുകയാണ്. എന്തിനാണ്? ഭക്ഷണം വല്ല സ്ഥലത്ത് നിന്ന് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്, അഥവാ ഹിജ്റ യുദ്ധങ്ങൾ നടക്കുന്നതിന് മുമ്പും ആ യുദ്ധങ്ങൾ നടന്നിട്ട് ഗനീമത്ത് മുതലൊക്കെ ലഭിക്കുന്നതിന് മുമ്പുമുള്ളതായ രംഗമാണ് എന്നത് മനസ്സിലാക്കിയിരിക്കാൻ അനിവാര്യമാണ്. ഏതായാലും റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പല രൂപത്തിലുള്ളതായ പരീക്ഷണങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിട്ടുകിടക്കുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് റസൂൽ ഒരു അവസരത്തിൽ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങി സഹീലുള്ളതായ സംഭവമാണ്. ഒന്നുമില്ല, കൂടെ ഭക്ഷണമില്ല. അങ്ങനെ ആ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കറിനെയും മഹാനായ ഉമറിനെയും കാണാൻ സാധിച്ചു. ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പുറപ്പെട്ടത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടതായ അതേ ആവശ്യാർത്ഥമാണ് പുറപ്പെട്ടത്. അഥവാ ഞങ്ങൾക്കും ഭക്ഷണമില്ല, വീട്ടിൽ ഞങ്ങൾക്കും തിന്നാനൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വല്ല ഭക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരും കൂടി ഒരു സഹാബിയുടെ അതിഥിയായി മാറുകയും അവിടെ നിന്ന് പല രൂപത്തിലുള്ളതായ ഈത്തപ്പഴങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തതായ നീണ്ട സംഭവമാണ്. ഇതൊക്കെ നമുക്ക് മദീന ഇമാം പറയുമ്പോൾ, നാം ഇത് കേൾക്കുമ്പോൾ, നാം ഇത് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ആ സംഭവ വികാസങ്ങൾ നാം കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. അഥവാ അതെങ്ങനെയാണ് പകർത്തുക? നാം അവർ കൊണ്ടുവന്നതായ മതത്തിനെ നിലനിർത്താൻ വേണ്ടി, ആ തൗഹീദിനെ വ്യാപകമാക്കാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്നതായ വേളയിൽ നമുക്ക് വല്ല പ്രയാസം വന്നാൽ, നമുക്ക് വല്ല പ്രശ്നം വന്നാൽ, നമുക്ക് വണ്ടി കിട്ടിയില്ല, നമുക്ക് സ്കൂട്ടർ കിട്ടിയില്ല, നമുക്ക് നമ്മെ കൊണ്ടുപോകാൻ ആളെ കിട്ടിയില്ല, അപ്പോൾ നാം വേദനിക്കേണ്ടതല്ല, അപ്പോൾ നാം ബേജാറാവേണ്ടതില്ല. ഇതിനേക്കാൾ വലിയ പ്രയാസം, എത്ര പ്രയാസങ്ങൾ എന്റെ നേതാക്കൾക്കും എന്റെ ചേതാക്കൾക്കും എന്റെ നേതാക്കളുടെ നേതാവായ റസൂലിനും സംഭവിച്ചിട്ടുണ്ട്, സഹാബാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇതൊന്നും പരീക്ഷണം അല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ സാധിച്ചു എന്നത് നമുക്ക് അനുഭവത്തിലൂടെ പ്രാക്ടിക്കലായി ദഅവത്തിന് വേണ്ടി കല്ലേറ് കൊള്ളാൻ, ദഅവത്തിന് വേണ്ടി പ്രയാസപ്പെടാൻ, ദഅവത്തിന് വേണ്ടി പട്ടിണി കിടക്കാൻ സാധിക്കുമ്പോഴാണ് നുബുവത്തിന്റെ ആ ഗ്രേഡിലേക്ക് എത്തിയതായ മഹാത്മാക്കൾ അനുഭവിച്ചതായ ആ അനുഭവങ്ങൾ അനുഭവിച്ചാസ്വദിക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് മഹാനേട്ടമാണ്, മഹാഭാഗ്യമാണ്. ഒരു സഹോദരൻ മദീനയിൽ വന്ന് എന്റെ സദസ്സിലൊക്കെ പങ്കെടുത്ത ആ സഹോദരൻ, അദ്ദേഹം ദഅവത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി നാട്ടിലേക്ക് പോയതിന്റെ ശേഷം അദ്ദേഹം തൗഹീദ് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് കല്ലേറ് കൊണ്ടപ്പോൾ അദ്ദേഹം ഫോൺ ചെയ്ത് പറയുകയുണ്ടായി, മൗലവി, നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞതായ ആ ആസ്വാദനം ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ് എന്ന്. ഇത് അനുഭവമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ നേതാക്കൾക്ക് അനുഭവിച്ചതായ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിലൊന്നും പ്രയാസപ്പെടേണ്ടതില്ല. വാസ്തവത്തിൽ ഇന്ന് മദീന ഇമാമ് ഇത്തരം കാര്യങ്ങൾ മദീനത്തുള്ളതായ മിമ്പറിന്റെ മീതെ ലക്ഷക്കണക്കിൽ അല്ല അതിനേക്കാളും കൂടുതൽ ആൾക്കാർ മദീനയിൽ തടിച്ചുകൂടിയതായ സന്ദർഭത്തിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെതാകുന്ന പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം നമ്മുടെ ജീവിതമായിട്ടില്ല, നബിയോടുള്ളതായ മാതൃക നാം ഉൾക്കൊണ്ടിട്ടില്ല എന്നത് കൃത്യമായിട്ട് 100% മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹം വെറും സ്നേഹം പാടി പറഞ്ഞ് നടന്നാൽ പോരാ. ആ സ്നേഹം പ്രാക്ടിക്കലാക്കി ജീവിതത്തിൽ പകർത്താനുള്ളതായ ആ തന്റെ ഇടം നമുക്കുണ്ടാവണം എന്നതാണ് പഠിപ്പിക്കുന്നത്. ഇത് മദീന ഇമാം പ്രസംഗിച്ചപ്പോൾ എന്റെ ഓർമ്മയിൽ വരികയാണ്. ലോകമാസകലം ഈ ദിവസങ്ങളിൽ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുകയാണ് എന്നാണ് നാം കേൾക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ 6, 7, 8, 9 അഭിപ്രായങ്ങളാണ് റസൂൽ എപ്പോൾ ജനിച്ചു എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ പണ്ട് തന്നെ ഉള്ളത്. റബീഉൽ അവ്വൽ 12 തന്നെയാണ് എന്ന് ഒരു അഭിപ്രായവും 100 പറയാനുള്ളതായ തെളിവ് നമ്മുടെ മുമ്പിലില്ല. റബീഉൽ അവ്വലിന്റെ ആദ്യത്തിലാണെന്നും അതും റബീഉൽ അവ്വൽ അല്ലാത്ത മാസത്തിലാണെന്നും മറ്റു മാസങ്ങളിലാണ് എന്നും പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ 100 ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും 1000ഓളം വരുന്ന സഹാബാക്കൾ കണ്ടുകൊണ്ട് സംഭവിച്ചതായ സംഭവം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റബീഉൽ അവ്വൽ 12 ഈ മദീന ഇരുളുള്ള മദീനയാക്കി മാറുന്നതായ ഒരു മഹാസംഭവം നബിയുടെ വിടവാങ്ങലിലൂടെ ഉണ്ടായി എന്നതാണ്. അനസ് പറയുന്ന റളിയല്ലാഹു തആല അൻഹു പറയുന്ന സംഭവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായ, ഏറ്റവും മദീന ഇരുളായി പോയതായ സന്ദർഭം
അത് ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയ രംഗമായിരുന്നു. ആ രംഗം ഉറപ്പായിട്ട് 100% സംഭവിച്ചത് അത് റബീഉൽ അവ്വൽ 12-ാമത്തിലാണ്. അതെ, എന്നാലും ഇങ്ങനെയൊക്കെയാണെങ്കിലും പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർക്കും സൗദി അറേബ്യക്ക് മൊത്തത്തിലും അതുപോലെ തന്നെ തൗഹീദ് പറയുന്ന യഥാർത്ഥ വിശ്വാസത്തിലേക്കും ആദർശത്തിലേക്കും ക്ഷണിക്കുന്നതായ വിഭാഗത്തിന് റസൂലിനോട് സ്നേഹമില്ല എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല സംഭവം. മറിച്ച് ഈ സ്നേഹം പറഞ്ഞു നടക്കുന്നവര് അവര് റസൂലിനെ സ്മരിക്കുന്നതും ഓർക്കുന്നതും കൊല്ലത്തിലൊരു മാസത്തിൽ മാത്രമാണ്. ആ മാസത്തിൽ ചില ദിവസങ്ങളിൽ മാത്രമാണ്. ആ ദിവസത്തിൽ അവർക്ക് അറിയാത്ത ഭാഷയിൽ മാത്രമാണ്. ആ അറിയാത്ത ഭാഷയിൽ ചെയ്യുമ്പോഴും ചെല്ലുമ്പോഴും ആ പറയുന്നത് തന്നെ ഉള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടതല്ല, സ്ഥിരീകരിക്കപ്പെടാത്തതായ പല ദൂലമാലകളുമാണ് റസൂലിനെ കുറിച്ച് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തിയായ ഭാഷയിൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, നിങ്ങൾ അല്ലാഹുവിന്റെ മതത്തിൽ അമിതമാക്കരുത് എന്ന് ജൂതന്മാരോട് പണ്ട് പറഞ്ഞ വാർത്ത നമ്മളോട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ സ്നേഹത്തിൽ നാം അമിതമാക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തത്റൂനി കമാ അത്റത് നസാറ ഈസ ഇബ്നു മറിയം, ഈസ നബി അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ ആദരിച്ചതുപോലെ നിങ്ങൾ ഊടുകഴിഞ്ഞ് ആദരിക്കരുത്. എന്നെ ആദരിക്കുമ്പോൾ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന ആ ലിമിറ്റിൽ നിർത്തിയും കൊണ്ട് അമിതമായി ആദരിക്കുക, അഥവാ അല്ലാഹുവിനെ ബഹുമാനിക്കും പോലെ റസൂലിനെ ബഹുമാനിക്കുക, അല്ലാഹുവിനെ ആരാധിക്കുന്നത് പോലെ റസൂലിനെ അള്ളാഹിനോട് തുല്യപ്പെടുത്തുക, എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ റസൂലിനോട് ചോദിക്കുക. അതാണ് അമിതമാവുക എന്നത്. അങ്ങനെയുള്ള അമിതമാക്കുക എന്ന പദ്ധതി അത് ഇന്നുള്ളതായ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ലോകത്ത് ആദ്യം ആരംഭിച്ചതായ ഈ മതത്തിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഷിയാക്കൾ കൊണ്ടുവന്നതായ അനാചാരവും നീച നികൃഷ്ട തത്വവുമാണത്. ഏതായാലും ഇരിക്കട്ടെ, സൗദി അറേബ്യക്കും ഇവിടെയുള്ള പണ്ഡിതന്മാർക്കും വെറും ഒരു മാസത്തിൽ മാത്രം ഉള്ളതായ സ്നേഹം അത് പ്രകടിപ്പിക്കുക എന്നത് ഇവർക്ക് അറിയുകയില്ല. ഇവർ അങ്ങനെ മാത്രം കാട്ടാൽ കാപ്പട്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ യഥാർത്ഥ സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം അത് 12 മാസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ചരിത്രവും ആ ഹിസ്റ്ററിയും ആ മദ്ഹും പറയുകയും ഓതുകയും പ്രവർത്തിക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരുടെ ക്ലാസ്സിലാവട്ടെ, അവരുടെ മുഹാദറയിലാവട്ടെ, അവരുടെ സ്പീച്ചിലാവട്ടെ, അവരുടെ ലേഖനങ്ങളിലാവട്ടെ, അവരുടെ മദ്രസകളിലാവട്ടെ, അവരുടെ സിലബസുകളിലാവട്ടെ, അവരുടെ സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതായ പഠനങ്ങളിലാവട്ടെ, അവരുടെ കോൺഫറൻസുകളിലാവട്ടെ, അവരുടെ സമ്മേളനങ്ങളിലാവട്ടെ, കൊല്ലത്തോട് കൊല്ലം 360 ദിവസം ഇവിടെ പ്രത്യേക മാസം നോക്കാതെ പ്രത്യേക ദിവസം നോക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്തുതികീർത്തനങ്ങളും മദ്ഹുകളും അവരുടെ ഹിസ്റ്ററിയും അവരുടെ സീറയും അവരുടെ സുന്നത്തും അവരുടെ ചര്യയും അവരുടെ ഹദീസും ഇവിടെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്ന നാടാണ് സൗദി അറേബ്യ. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണമെന്ന നിർബന്ധം അവർക്കുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ സൗദി ഗവൺമെന്റ് എത്രയോ ദശവർഷങ്ങളായിട്ട് ലോകമാസലം കാണുന്ന കാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറ ഉൾക്കൊള്ളുന്നതായ റസൂലുള്ളാഹിന്റെ ചലനങ്ങൾ, അനക്കങ്ങൾ, ആട്ടങ്ങൾ, ചലനങ്ങൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായ സുന്നത്തിന്റെ ചാനൽ ഇവിടെ കാണാം. ഈ ചാനൽ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് ലോകം കാണുന്നില്ലേ? എന്തേ? റസൂലുള്ളാഹിനോട് സ്നേഹമില്ലെങ്കിൽ അങ്ങനെ കാട്ടുമോ? റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെയും മഹബത്തിന്റെയും റംസാണ് അത് സ്ഥാപിക്കുന്നത്. അതിനുള്ളതായ തെളിവാണ് സൗദി ഗവൺമെന്റ് അതിലൂടെ സ്ഥാപിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജീവിതത്തിൽ ഒരു 12 മാസത്തിൽ ഒരു മാസം മാത്രമല്ല ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോടുള്ളതായ കൂറ്, റസൂലുള്ളാഹിനോടുള്ളതായ സ്നേഹം, മറിച്ച് 24 മണിക്കൂറിലും 360 ദിവസത്തിലും ഞങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി 360 ദിവസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ചാനലുകൾ ഇവിടെ റേഡിയോയിലാവട്ടെ അതുപോലെ തന്നെ ടെലിവിഷനിലൂടെയാവട്ടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആ ചാനലുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ റസൂലുള്ളാഹിയുടെ ബഹുമതിയും ബഹുമാനങ്ങളും ഇല്ലാത്തതല്ല, ഉള്ളത് മാത്രം, സ്ഥിരീകരിക്കപ്പെട്ടത് മാത്രം അവര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അറിയാത്ത ഭാഷയിൽ അറിയാൻ വേണ്ടി മറ്റു ഭാഷകളിലും പരിഭാഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ഇവിടെ നടക്കുന്നത് നാം ഓരോരുത്തരും കണ്ണുകൊണ്ട് കാണാരൂപം അഭിനയിച്ചുകൊണ്ട് കണ്ണടച്ച് ഇരട്ടാക്കുന്ന പദ്ധതി നിർത്തണം. ഇവിടെയുള്ളവർക്ക് ഇസ്ലാമിനോടുള്ള റസൂലുള്ളാഹിയോടുള്ള ലോക മുസ്ലിങ്ങളുടെ നേതാവിനോടുള്ളതായ മഹബത്ത് ഇവിടെ സ്ഥാപിക്കുകയാണ് 12 മാസത്തിലൂടെ ഇവിടെയുള്ളതായ ഗവൺമെന്റ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, എല്ലാ ബാങ്കുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. എല്ലാ ബാങ്കുകൾ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ മക്ക മദീന ഹറമിലുള്ളതായ ബാങ്കുകളെ ഇവിടെയുള്ളതായ സൗദി അറേബ്യയിലുള്ളതായ റിയാദ് റേഡിയോയിലോ അല്ലെങ്കിൽ നിദ എന്ന മക്കയിൽ നിന്ന് വരുന്നതായ ആ ശബ്ദത്തിലോ കൂടിയോ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ബാങ്ക് കൊടുക്കുന്നതിന് 5-10 മിനിറ്റ് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വലാത്ത് ചൊല്ലേണ്ട രൂപങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എത്രമാത്രം പരിപൂർണമായിട്ട്
നമുക്ക് ഇത്തിബാ വേണം എന്നതിനെ വിശദീകരിക്കൽ, ഇതെല്ലാം ഇവിടെയുള്ളതായ ഗവൺമെന്റ് അതിനുവേണ്ടി ആൾക്കാരെ നിർണയിച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന 5 വക്ത് നേരത്തുള്ളതായ നമസ്കാരത്തിന്റെ മുമ്പിൽ നിങ്ങളെല്ലാം കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല 24 മണിക്കൂറല്ല, പിന്നെയോ ഈ 360 ദിവസവും ഇവിടെ സൗദി അറേബ്യയിലുള്ളതായ മദീനത്തുൽ മുനവ്വറ എന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവർ വിഷമകൊള്ളുന്നതായ ആ വീട്ടിന് തൊട്ട് കിടക്കുന്നതായ ആ വിശുദ്ധ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസ്ജിദുൻ നബവിയിലേക്ക് റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് വരുന്നതായ യാത്രക്കാർ, സന്ദർശകർ ആരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടിയെല്ലാം എല്ലാ ഒത്താശകൾ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെ നിർണയിച്ചുകൊണ്ട് ഇവിടെ ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇതൊക്കെ കാണാഭാവം നടിച്ചുകൊണ്ട് സൗദി അറേബ്യക്ക് ഇസ്ലാമിനോട് മഹബത്തില്ല, റസൂലിനോട് മഹബത്തില്ല, റസൂലിനോട് സ്നേഹമില്ല എന്ന് തെറി പറഞ്ഞു നടക്കൽ നിർത്തണം. അതാണ് ഇസ്ലാമികത്വമാണ്. നിങ്ങൾ കാണുന്നത് 12 മാസം സ്നേഹിക്കുന്നതാണ്. നിങ്ങൾ കാണുന്നത് 12 മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്തുതികീർത്തനങ്ങൾ പറയും പോലെ പറയുന്നതാണ്. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി ജനിച്ച ദിവസം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി ജനിച്ച തീയതി റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി ജനിച്ച മാസം റസൂൽ പറഞ്ഞിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി ജനിച്ച ദിവസം റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? തിങ്കളാഴ്ച ദിവസമാണ്. ആ തിങ്കളാഴ്ച ദിവസത്തിൽ ഇവിടെ 360 ദിവസങ്ങളിൽ പെരുന്നാളല്ലാത്തതായ തിങ്കളാഴ്ചകൾ വരുമ്പോഴെല്ലാം ഇവിടെ നോമ്പുകൾ നോക്കുന്നു. ആ നോക്കുന്നു എന്നതിലേക്കുള്ള തെളിവ് നിങ്ങൾ ചാനൽ പരിശോധിച്ച് നോക്കുക. സൗദി അറേബ്യയിൽ നിന്നിട്ട്, മക്കയിൽ നിന്നിട്ട്, മദീനയിൽ നിന്നിട്ട് ലോകവ്യാപകമാക്കപ്പെടുന്നതായ ആ പ്രക്ഷേപണങ്ങളിൽ കൂടി നിങ്ങൾക്ക് നേർക്കുനേരെ കാണാവുന്നതാണ്. റമളാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വിരിക്കുന്നത് പോലെയുള്ള വിരിപ്പ് എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ വിരിക്കപ്പെടുന്നു. എന്താണത്? പ്രാവർത്തികമായി പ്രാക്ടിക്കലായി റസൂലുള്ളാഹിനുള്ളതായ മഹബത്ത്, അത് റസൂലുള്ളാഹി കൽപ്പിച്ച നോമ്പ് പിടിക്കലിലൂടെയാണ് റസൂൽ ജനിച്ചതായ ദിവസത്തെ ആ ദിവസത്തിലൂടെ അള്ളാഹ്ക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് അത് പ്രാവർത്തികമായി ഇവിടെ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നതായ യാഥാർത്ഥ്യമാണ്. അതൊക്കെ കാണാരൂപം നടിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സമ്പ്രദായം നിർത്തണം. എന്നിട്ട് ഇസ്ലാമിൽ ഇല്ലാത്ത രൂപത്തിലുള്ളതായ ചടങ്ങുകൾ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? ഇവർക്ക് ഇസ്ലാമിനോട് റസൂലിനോട് സ്നേഹമില്ല. ഇസ്ലാമില്ലാത്ത രൂപത്തിലുള്ളതായ ഡാൻസ് ആടലുകളും ഇസ്ലാമിൽ ഇല്ലാത്തതായ അനാചാരങ്ങൾ ഉൾക്കൊള്ളുന്നതായ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നേരിട്ട് ശഫാഅത്തിന് ചോദിക്കുന്ന രൂപത്തിലുള്ളതായ പദ്യങ്ങളും ഗദ്യങ്ങളും ഉൾക്കൊള്ളുന്നതായ ഷിയാക്കൾ രചിച്ചതായ മൗലൂദുകൾ എന്തുകൊണ്ട് സൗദി അറേബ്യയിൽ ഓതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യ അവഗണിക്കുകയും സൗദി അറേബ്യൻ പണ്ഡിതന്മാരെ തരം താഴ്ത്തുകയും എന്നിട്ട് സൗദി അറേബ്യയിൽ ഇസ്ലാമിനോടും റസൂലിനോടും സ്നേഹമില്ല, മഹബത്തില്ല എന്ന തെറി പറഞ്ഞു നടക്കുകയും ചെയ്യുന്നത് നിർത്തണം. സത്യം സത്യം പോലെ മനസ്സിലാക്കണം. ഇവിടെ ഉള്ളവർ പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്തിലൂടെയാണ്? നബിയോടുള്ളതായ പിന്തുടർച്ചയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്തുണ്ട്? അള്ളാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മെച്ചപ്പെട്ട മാതൃകയുള്ളതായ ലോക മുസ്ലിങ്ങളുടെ നേതൃത്വമാണ് അവർ. ആ കണ്ണായ കരളായ റസൂലിനോടുള്ളതായ ആ മാതൃക നാം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ അനക്കത്തിൽ, ചലനത്തിൽ, ആട്ടത്തിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ എല്ലാം റസൂൽ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നത് ഇവിടെയുള്ളതായ റേഡിയോ, ഇവിടെയുള്ളതായ ചാനലുകളും ലോകത്തോട് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന 24 മണിക്കൂർ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് കേൾക്കൂ, പഠിക്കൂ, എന്നിട്ട് ഫിറ്റാക്കൂ, എന്നിട്ട് റസൂലുള്ളാഹിയുടെ മഹബത്ത് പറയൂ എന്നാലാണ് അതിന് അർത്ഥമുള്ളത്. എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്തോട് കൊല്ലം യാതൊരു ബന്ധവുമില്ലാതെ ഒരു മാസം വരുമ്പോൾ ആ മാസത്തിൽ അള്ളാഹു റസൂൽ കൽപ്പിക്കാത്ത, അള്ളാഹു റസൂൽ വിരോധിച്ച, അള്ളാഹു റസൂൽ വെറുത്ത മ്യൂസിക്കുകൾ, ഹാർമോണിയങ്ങൾ, കൂന്താട്ടങ്ങൾ ചില സദസ്സുകളിലൊക്കെ നെറ്റിൽ കൂടി പരിശോധിച്ചാൽ കാണാം കള്ളു കുടിച്ച് ഡാൻസ് ആടുകയാണ് റസൂലുള്ളാഹിയുടെ മഹബത്ത് പറഞ്ഞുകൊണ്ട്. അതുപോലെ സ്ത്രീ പുരുഷന്മാരെ അന്യോന്യം കലർന്നുകൊണ്ട് മിക്സായും കൊണ്ട് റസൂലുള്ളാഹിയുടെ മഹബത്ത് സ്ഥാപിക്കുന്നതായ ചാനലുകൾ പരിശോധിച്ചാൽ കാണാം. ഇങ്ങനെയൊക്കെ കാട്ടണമെന്നാണോ നിങ്ങൾ പറയുന്നത് സൗദി അറേബ്യ? ഇല്ല, ദീനിന്റെ പേരിൽ കാട്ടൂല. ദീനിന്റെ പേരിൽ അല്ലാത്തതായ തെറ്റുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ജീവിക്കുന്നവരൊക്കെ മലക്കുകളാണെന്ന് നമുക്ക് അഭിപ്രായമില്ല, സഹാബാക്കളാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. അവരെല്ലാം തെറ്റുകൾ വരും. പക്ഷെ ആ തെറ്റുകളൊക്കെ അവരിൽ നിന്നിട്ട് വരുന്നതായ തെറ്റുകൾ അതിന്റെ ശതമാനം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ദീനിന്റെ പേരിൽ അവർ കാട്ടുന്നതല്ല. ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, മഹബത്തിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ സ്നേഹത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിക്കാത്തത് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മഹബത്ത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതായ കാപ്പട്യം ഇവർ കാട്ടുന്നതല്ല. അതാണ് നാം ഇത്തരത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോത്തോടു
ഗൗരവത്തോടുകൂടി ഗൗനിക്കൽ അനിവാര്യമാണ്. ഈ സന്ദർഭത്തിൽ സഹോദരന്മാരെ, എന്റെ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഇന്ന് മദീന ഇമാം പ്രസംഗിച്ച പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവർ മതത്തിന് വേണ്ടി പ്രയാസപ്പെട്ട പ്രയാസം, കഷ്ടപ്പെട്ട കഷ്ടതകൾ, യാതനകൾ, വേദനകൾ, മർദ്ദനങ്ങൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ നാമും ആ റസൂലുള്ളാഹി ജീവിച്ച ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ, ഏതെങ്കിലും ഒരു മിനിറ്റുകളിൽ, ഏതെങ്കിലും ഒരു നിമിഷങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തിലും കഴിഞ്ഞുകൂടണം, ഉണ്ടായി വരണം. എന്തിനു വേണ്ടിയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ളതായ ആ മഹബ്ബത്ത് പ്രാക്ടിക്കലായി പ്രാവർത്തികമായി സ്ഥാപിക്കാൻ വേണ്ടി. അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നാം അള്ളാഹുവിന്റെ റസൂലിനോടുള്ളതായ ആ മാതൃക കൈകൊണ്ടാലേ ആ സ്നേഹം സ്ഥാപിക്കപ്പെടാൻ സാധിക്കുമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ആ കാര്യം ഗൗരവത്തോടുകൂടി ഗൗനിച്ചുകൊണ്ട് ഷിർക്കിൽ നിട്ട് മുക്തരായി, ഷിർക്ക് ഉൾക്കൊള്ളുന്നതായ മഹബ്ബത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഷിയാക്കൾ കയറ്റിക്കൂട്ടിയതായ യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദ എന്നതുപോലത്തതായ നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത് റസൂലെ എന്ന് മുസ്ലിങ്ങളെ കൊണ്ട്, പാമരന്മാരായ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരായ നാടന്മാരെ കൊണ്ട് ചെല്ലിപ്പിച്ച് കാശുണ്ടാക്കി ചോറും തണ്ട് വിട്ടുപിരിയുക എന്ന പദ്ധതി ഒഴിവാക്കണം. അതല്ല ഇസ്ലാം, അതല്ല മഹബ്ബത്ത്, അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ളതായ സ്നേഹം. മറിച്ച് അതൊക്കെ അതിനോടൊക്കെ ഒഴിവായിട്ട്, അഥവാ നിങ്ങൾക്ക് റസൂലുള്ളാഹിനുള്ളതായ മഹബ്ബത്ത് പ്രവർത്തനത്തിലൂടെ പറയണമെങ്കിൽ ഓരോരുത്തർക്കും പറയാൻ അറിയുന്നതായ റസൂലുള്ളാഹിന്റെ ആ സ്തുതികീർത്തനങ്ങൾ അറിയുന്ന ഭാഷയിൽ പറയുക. ജനങ്ങൾ അറിയുന്ന ഭാഷയിൽ പറഞ്ഞിട്ട് ആ പറഞ്ഞതിന് പകരമായിട്ട് കൈക്കൂലി വാങ്ങലോ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കലോ അല്ല ഉദ്ദേശം. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടിന് പഠിക്കലാണ്, ജീവിതം പഠിക്കലാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളതായ ലക്ഷ്യം വെച്ചുകൊണ്ട് സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരുടെ നിർബന്ധം അതാണ്, ഇവിടെയുള്ള നേതാക്കളുടെ നിർബന്ധം അതാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്തില്ലാത്തത്? 12 മാസത്തിൽ നിന്നിട്ട് ഒരു റബീഉൽ മാസത്തിൽ മാത്രം കൂതാട്ടങ്ങളും തോന്നിവാസങ്ങളും അനാചാരമില്ലാത്തത്. മറിച്ച് 12 മാസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് യഥാർത്ഥ മഹബ്ബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ആ മഹബ്ബത്ത് പ്രകടിപ്പിക്കേണ്ട ശൈലി ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ എങ്ങനെയാണ് അള്ളാഹു പഠിപ്പിച്ചത്, എങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്, അത് പ്രകടമാക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക എന്നതാണ് ഇവിടെയുള്ളതായ നേതാക്കളും പണ്ഡിതന്മാരും പ്രബോധകന്മാരും ചെയ്തു വരുന്നത്. ഇത് റസൂലുള്ളാഹിനോടുള്ളതായ യഥാർത്ഥ മഹബ്ബത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഈ യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കാൻ അനിവാര്യമാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രോഗികളുടെ രോഗത്തെ സുഖപ്പെടുത്തുന്ന രക്ഷിതാവേ, ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണ രക്ഷിതാവേ, പ്രയാസങ്ങൾ ദൂരപ്പെടുത്തുന്ന രക്ഷിതാവേ. അപ്രകാരം തന്നെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതായ സഹോദരന്മാരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണ രക്ഷിതാവേ. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കണ രക്ഷിതാവേ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ വിശുദ്ധ മദീനയിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ഈ സംസാരം ഒരു സൽക്കർമ്മമാക്കി ഞങ്ങൾ സ്വീകരിക്കുകയും അതിന്റെ തക്കതായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് നൽകുകയും അപ്രകാരം തന്നെ ഇങ്ങനെയുള്ളതായ ദഅവത്ത് ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ ഭാഷകളിലും, പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ ഈ മദീനയിൽ ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോകാനുള്ളതായ തൗഫീഖ് ഞങ്ങളുടെ ശേഷം വരുന്നവർക്ക് തൗഫീഖ് നൽകണേ നാഥ, നൽകണേ രക്ഷിതാവേ, നൽകണേ അല്ലാഹുവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.